ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പ്രതി അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തി ചോറ്റാനിക്കര പോലീസ് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, സ്വാഭാവിക നടപടി തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വകുപ്പ് തന്നെയായിരിക്കും ചുമത്തുക. മറ്റെന്തൊക്കെ വകുപ്പുകളാണ് കുറച്ചധികം ചുമത്തിയിരിക്കുന്നത്? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പ്രതി അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യക്കാണ് ഇപ്പോൾ, അല്ലെങ്കിൽ നരഹത്യ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ ചോറ്റാനിക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 31-നായിരുന്നു ഈ അതിജീവിത മരിച്ചത്. 6 ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്ന്, അല്ലെങ്കിൽ വെന്റിലേറ്റർ സഹായത്തിൽ കിടന്നതിന് ശേഷമാണ് കുട്ടി മരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് ബലാത്സംഗ കേസും കൊലപാതക കുറ്റവും അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയാണ് ഈ ഒരു കേസ് കൊണ്ടുപോവുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ കൊലക്കുറ്റം കൂടി ചുമത്തും എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് അറിയിച്ചിരുന്നു. കാരണം അത്രത്തോളം മൃഗീയമായ രീതിയിലാണ് ഈ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നത്, കൊല്ലപ്പെട്ടത് എന്ന് തന്നെ പറയാം. കാരണം ഈ അനൂപ് സംശയാസ്പദമായി, അല്ലെങ്കിൽ സംശയമാണ്, ഈ ഒരു പെൺകുട്ടിയെ സംശയമാണ് എന്ന് പറഞ്ഞാണ് കുട്ടിയെ ഈ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന, അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷമായിട്ടാണ് ഈ ഒരു കുട്ടിയും അനൂപും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഒരു സൗഹൃദമാണ്. ഒരു വർഷത്തോളം ഈ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലെത്തിയ പ്രതി ഈ ഒരു കുട്ടിയെ സംശയാസ്പദമായി ഫോൺ ചെയ്തിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പലതവണ ചുറ്റിക കൊണ്ടെല്ലാം തന്നെ കുട്ടിയെ മൃഗീയമായി അടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ കഴുത്തിൽ കയർ കുരുക്കിയപ്പോഴാണ് ഈ അനൂപ് കത്തിക്കൊണ്ട് കയർ അറുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.